അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ബദനയെ, അതായത് അറവ് മൃഗത്തിനെയായി പോകുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യൂ. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യം അദ്ദേഹം കൂട്ടിച്ചേർത്തു, നിനക്ക് നാശം. പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടായിരിക്കും. നമ്മളൊക്കെ ഇതാണ് സൂക്ഷിക്കേണ്ടത്. ബിദ്അത്ത് ഒരു മത ആചാരം പുതുതായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ യസൂഖു ബദനതൻ ഫഖാല ഇർകബ്ഹാ ഖാല യാ റസൂലുള്ളാഹി ഇന്നഹാ ബദനതുൻ ഖാല ഇർകബ്ഹാ വൈലക ഫിസ്സാനിയതി ഔ ഫിസ്സാലിസതി. ഒരു വഖഫ് സ്വത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വഖഫായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചേ ഉള്ളൂ. ഇപ്പോൾ പള്ളിയിലേക്ക് കൊടുക്കാനാണെന്ന് വിചാരിച്ചോ, 2 തേങ്ങ പള്ളി ചെന്ന് കൊടുത്തില്ല, അല്ലെങ്കിൽ പള്ളി ചെന്ന് പറഞ്ഞില്ല, മനസ്സിൽ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ, വേറെ ആർക്കും ഇത് അറിയില്ല. അപ്പോൾ ഇത് അങ്ങോട്ട് അറിയിക്കുന്നതിന് മുമ്പ് പോലും അത് നിയ്യത്ത് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ചതുകൊണ്ട് അത് നിയമമായി മാറി. അതായത് അത് അപ്പം മുതൽ വഖഫ് മുതലാണ്. നമ്മളെപ്പോൾ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചോ അപ്പോൾ തൊട്ട്, അല്ലാതെ കൊടുക്കുന്നതല്ല സമയം. ഇദാ വഖഫ ശൈഅൻ ഖബ്ല അൻ യദ്ഫഅഹു ഇലാ ഗൈരിഹി ഫഹുവ ജായിസുൻ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഖഫ് ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്ഥാപിച്ചു. എന്നിട്ട് ഒരു നിയമം വെച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, അത് നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്ക്, നടത്തിപ്പുകാരന് അതിൽ നിന്നും തിന്നാവുന്നതാണ്, അല്ലെങ്കിൽ ആ വിളവിൽ നിന്നും ആഹാരം കഴിക്കാൻ എടുക്കാവുന്നതാണ്. അദ്ദേഹം പക്ഷേ ഇങ്ങനെ പറഞ്ഞില്ല. ഉമർ അല്ലെങ്കിൽ വേറൊരാൾ ആയിരിക്കണം അതിൻ്റെ നടത്തിപ്പുകാരൻ എന്ന്. അപ്പോൾ ആര് നടത്തിപ്പുകാരനായാലും, ഉമർ തന്നെ വഖഫ് ചെയ്തു, ഉമർ തന്നെ നടത്തിപ്പുകാരനാണെങ്കിൽ ഉമറിന് അതിൽ നിന്ന് എടുക്കാം എന്നാണ് ഈ വിശദീകരണത്തിലൂടെ പറയുന്നത്. കാരണം ഒരിടത്തും പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല ഉമർ ഒഴികെ എന്നോ, അല്ലെങ്കിൽ ഉമർ ആണെങ്കിൽ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വൽഹയോട് പറഞ്ഞു, ഞാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നു, നീ നിൻ്റെ ആ തോട്ടത്തിനെ നിൻ്റെ ബന്ധുക്കൾക്കിടയിൽ വീതം വെച്ച് കൊടുക്കുക. അങ്ങനെ അബൂ ത്വൽഹ അത് അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിലും മച്ചുനന്മാർ, അതായത് കസിൻസിൻ്റെ ഇടയിലും വീതം വച്ചു. ലിഅന്ന ഉമറ റളിയല്ലാഹു അൻഹു ഔഖഫ ഫഖാല ലാ ജുനാഹ അലാ മൻ വലിയഹു അൻ യഅകുല വലം യഖുസ്സ അൻ വലിയഹു ഉമറു ഔ ഗൈറുഹു വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം لأبي طلحة أرى أن تجعلها في الأقربين فقال أفعل فقسمها في أقاربه وبني عمه. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എൻ്റെ വീട് ദാനമാകുന്നു, അല്ലെങ്കിൽ സദഖ ആകുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, പക്ഷെ അദ്ദേഹം പാവപ്പെട്ടവർക്കാണോ അല്ലെങ്കിൽ വഴിയാത്രക്കാർക്കാണോ അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണോ, ഇതൊന്നും പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനമായി കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സദഖ സാധുവായതാണ്, അത് നിയമപരമായി നിലനിൽക്കുന്നതാണ്. അത് അദ്ദേഹത്തിന് അവൻ്റെ ബന്ധുക്കൾക്കിടയിലോ അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന ആർക്ക് വേണമെങ്കിലോ കൊടുക്കാവുന്നതും ആണ്. സദക്കയാണ്, ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല, വേറെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, അല്ലാതെ പള്ളിക്ക് തന്നെ കൊടുക്കണം എന്നൊന്നും ഇല്ല. ഇദാ ഖാല ദാരിയ സദഖത്തുൻ ലില്ലാഹി വലം യുബയ്യിൻ ലിൽ ഫുഖറാഇ ഔ ഗൈരിഹിം ഫഹുവ ജായിസുൻ വയുഅതിഹ ലിൽ അഖറബീന ഔ ഹൈസു അറാദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വൽഹയെ അനുവദിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് ബൈറൂഹ എന്ന് പറയുന്ന തോട്ടം ആകുന്നു. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയെ സാധുവായ പ്രവൃത്തിയായിട്ടാണ്, അല്ലെങ്കിൽ ശരിയായതായിട്ടാണ് കണ്ടത്. ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് ആർക്കുള്ളതാണ് അല്ലെങ്കിൽ എന്തിനുള്ളതാണെന്ന് കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ അത് അസാധുവാണ് എന്ന്. അതായത് ആർക്കാണിത് കൊടുക്കേണ്ടത്, പാവങ്ങൾക്കാണോ അല്ലെങ്കിൽ വഴിയാത്രക്കാർക്കാണോ, ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് സാധുവല്ല. പക്ഷേ ആദ്യത്തെ വചനമാകുന്നു ഏറ്റവും സാധുവായതും അതാകുന്നു ശരിയായതും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നീ നിൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ വിധിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഹദീസ് ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീ ത്വൽഹത ഹീന ഖാല ഹബ്ബു അംവാലി ഇലയ്യ
بيروحاء وإنها صدقة لله فأجاز النبي صلى الله عليه وسلم ذلك وقال بعضهم لا يجوز حتى يبين لمن والأول أصح. ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ തോട്ടം അല്ലെങ്കിൽ എൻ്റെ പറമ്പ് ദാനമാകുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. അപ്പോൾ അതായത് ആൾക്ക് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്, ആളുടെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിലും അവൻ്റെ ആ ദാനം സാധുവാകുന്നു. ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും ഇദാ ഖാല അർദി ഔ ബുസ്താനി സദഖത്തുലില്ലാഹി അന്നുമ്മി ഫഹുവ ജായിസുൻ വ ഇല്ലം യുബയ്യിൻ ലിമൻ ദാലിക. അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെയും വാപ്പമാരുടെയും പേരിലൊക്കെ സ്വത്ത് ദാനം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദാനം കൊടുക്കാവുന്നതാണ്. തേങ്ങയോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ദാനം കൊടുക്കാം. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണ് ദാനം കൊടുക്കേണ്ടത്. അത് ആർക്കൊക്കെയാണ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിരുന്നു വിശദമായിട്ട്. അങ്ങനെ വന്നാൽ പള്ളിയിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ കൊടുത്താൽ മതി, ബന്ധുക്കൾക്ക് കൊടുത്താലും മതി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, സഅദ് ഇബ്നു ഉബാദയുടെ ഉമ്മ മരിച്ചു. സഅദിൻ്റെ അഭാവത്തിലായിരുന്നു, അത് മരിക്കുമ്പോൾ അവിടെ ഇല്ല. അദ്ദേഹം പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഉമ്മ ഞാൻ ഇല്ലാതിരുന്നപ്പോഴാണ് മരിച്ചത്. ഞാൻ സദക്ക കൊടുത്താൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? അതായത് അവരുടെ പേരിൽ സദക്ക കൊടുത്താൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉവ്വ. സഅദ് പറഞ്ഞു, ഞാൻ താങ്കളെ സാക്ഷിയാക്കി നിർത്തുന്നു, എൻ്റെ അൽ മിഹ്റാഫ് എന്ന് പറയുന്ന തോട്ടം ദാനമായി അവരുടെ പേരിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അംബഅനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന സഅദ് ഇബ്നു ഉബാദത റളിയല്ലാഹു അൻഹു തുഫിയത് ഉമ്മുഹു വഹുവ ഗായിബുൻ അൻഹാ ഫഖാല യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി തുഫിയത് വഅന ഗായിബുൻ അൻഹാ അയൻഫഉഹാ ശൈഉൻ ഇൻ തസദ്ദഖ്തു ബിഹി അൻഹാ ഖാല നഅം ഖാല ഫഇന്നി ഉശ്ഹിദുക അന്ന ഹാഇതി അൽ മിഖ്റാഫ സദഖത്തുൻ അലൈഹാ. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, സദഖ എന്ന് പറഞ്ഞാൽ ദാനം എന്നാകുന്നു. ഇത് വീണ്ടും 2762 ഹദീസിൽ ആവർത്തിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ അടിമകളെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ ദാനമായി അല്ലെങ്കിൽ വഖഫ് ചെയ്യാവുന്നതാണോ? ഇദാ തസദ്ദഖ ഔ വഖഫ ബഅദ മാലിഹി ഔ ബഅദ റഖീഖിഹി ഔ ദാബിഹി ഫഹുവ ജായിസുൻ. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ചോദിച്ചു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സമ്പത്ത് മുഴുവൻ ദാനമായി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊടുക്കാൻ, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നീ നിൻ്റെ സമ്പത്തിൻ്റെ കുറച്ച് ഭാഗം നിനക്ക് വേണ്ടി വയ്ക്കുക, അതാണ് നിനക്ക് നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഖൈബറിലുള്ള എൻ്റെ വീതം ഞാൻ അവിടെ തന്നെ വച്ചേക്കാം. അന്ന അബ്ദുല്ലാഹ് ഇബ്നു കഅബിൻ ഖാല സമയത്തു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു യഖൂലു ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന മിൻ തൗബതി അൻഖലിയ മിൻ മാലി സ്വദഖത്തൻ ഇലല്ലാഹി വഇലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അംസിക അലൈക ബഅദ മാലിക ഫഹുവ ഖൈറുൽ ലക ഖുൽതു ഫഇന്നി ഉംസികു സംഹി അല്ലദി ബിഖൈർ. ആരെങ്കിലും എന്തെങ്കിലും അയാളുടെ പ്രതിനിധിയെ ദാനമായി കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഒന്നുമില്ല പണിക്കാരൻ, അതല്ലെങ്കിൽ അടിമ, അതല്ലെങ്കിൽ അയാളുടെ മാനേജർ, ഇപ്പോഴത്തെ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കാരൻ, പണിക്കാരൻ, അയാളെ ഏൽപ്പിച്ചു ദാനമായിട്ട് കൊടുക്കാൻ വേണ്ടി. അയാളത് തിരിച്ച് കൊടുക്കുന്നു. മൻ തസദ്ദഖ ഇലാ വക്കീലിഹി സുമ്മ റദ്ദൽ വക്കീലു ഇലൈഹി. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, പരിശുദ്ധമായ ഈ വചനം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ വഹ്യ് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരും അൽ ബിർ, അതായത് ദൈവഭയം, നന്മയുടെ അങ്ങേയറ്റത്തുള്ള അവസ്ഥ, അതായത് അള്ളാഹുവിൻ്റെ അതിന് തുല്യമായ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമാകുന്നു. അപ്പോൾ സ്വർഗം നേടുന്ന അവസ്ഥയാണ് അങ്ങേയറ്റത്തെ ദൈവഭയം, അങ്ങേയറ്റത്തെ നേർമാർഗത്തിലുള്ള ജീവിതം. ഇതിനെയൊക്കെയാണ് അൽ ബിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. അപ്പോൾ നമ്മൾ സ്വർഗത്തിന് അവകാശിയാവണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിലവഴിക്കണം. 3-ാമത്തെ സൂറത്ത് 92-ാമത്തെ ആയത്ത്. അത് കേട്ടപ്പോൾ അബൂ ത്വൽഹ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, അനുഗ്രഹീതനായവനെ, ഉന്നതനായവൻ, അതായത് അള്ളാഹു അവൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു രീതിയിലും നിങ്ങൾ അൽ ബിർ എന്ന സ്ഥാനത്ത് എത്തുകയില്ല, അല്ലെങ്കിൽ അൽ ബിറുകാരാവുകയില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നതുവരെ. 3-ാമത്തെ സൂറത്ത് 92-ാമത്തെ ആയത്ത്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് അലൂഹ എന്ന് പറയുന്ന തോട്ടമാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി ഇരിക്കാറുണ്ടായിരുന്നു, അവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. ഞാനത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും തരുന്നു, അള്ളാഹുവിൽ നിന്ന് പരലോകത്ത് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കൾ ഇത് അള്ളാഹു എങ്ങനെയാണോ ഉത്തരവിടുന്നത് അതുപോലെ ഉപയോഗിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ നല്ല കാര്യം അബൂ തൽഹ, അത് നല്ല പ്രയോജനമുള്ള സ്വത്താകുന്നു, അല്ലെങ്കിൽ നല്ല പഴങ്ങൾ ഉണ്ടാകുന്ന പറമ്പാകുന്നു. നാം അത് താങ്കളിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്നു, എന്നിട്ട് നാം അത് താങ്കൾക്ക് തിരിച്ചു തരുന്നു. നിങ്ങൾ അത് നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ വീതം വയ്ക്കുക. അങ്ങനെ അബൂ തൽഹ അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ വീതം വെച്ചു. അവരിൽ ഉബയ്യ് ഉണ്ടായിരുന്നു, ഹസ്സാൻ ഉണ്ടായിരുന്നു. ഹസ്സാൻ പിന്നീട് അത് മുആവിയയ്ക്ക് വിറ്റു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ എങ്ങനെ അബൂ തൽഹയുടെ സദക്ക വെക്കുന്നത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, എന്തുകൊണ്ട് എനിക്ക് ഈന്തപ്പഴത്തിൻ്റെ പൈസയുടെ സായന് വേണ്ടി വിൽക്കാൻ പറ്റില്ല? തോട്ടം അപ്പോൾ നിന്നിരുന്നത് ബനി ജദീല കൊട്ടാരത്തിൻ്റെ മുമ്പിലായിരുന്നു. ആ കൊട്ടാരം മുആവിയ പണിതതാണ്. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇതിൽ കുറച്ച് ഭാഗം അനസും വിശദീകരിച്ചിട്ടുണ്ട്. കഅബ് അത് ഒരു വിൽപത്രം പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഹസ്സാനെ ഏൽപ്പിച്ചത്. ഹസ്സാന് അത് കൊടുക്കുകയോ വിൽക്കുകയോ ആയിരിക്കും, അതുകൊണ്ടാണ് ഹസ്സാൻ അത് വിറ്റത് എന്നാണ് ഇതിൽ നിന്ന് വിശദീകരിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു قال لما نزلت لن تنالوا البر حتى تنفقوا مما تحبون. ആൽ ഇംറാൻ 92. جاء أبو طلحة إلى رسول الله صلى الله عليه وسلم فقال يا رسول الله يقول الله تبارك وتعالى في كتابه لن تنالوا البر حتى تنفقوا مما تحبون. ആൽ ഇംറാൻ 92. وإن أحب أموالي إلي بيروحاء. قال وكانت حديقة كان رسول الله صلى الله عليه وسلم يدخلها ويستظل فيها ويشرب من مائها هي إلى الله عز وجل وإلى رسول الله صلى الله عليه وسلم أرجو بره وذخره فضاها أي رسول الله حيث أراك الله. فقال رسول الله صلى الله عليه وسلم بخ بأخا طلحة ذلك مال رابع قبلناه منك ورددناه عليك فجعله في أقربين. فتصدق به أبو طلحة على ذوي رحمه. قال وكان منهم أبي وحسان. قال وباع حسان حصته منه من معاوية فقيل له تبيع صدقة أبي طلحة. قال إلى أبيع صاعا من تمر بصاع من دراهم. قال وكانت تلك الحديقة في موضع قصر بني حذيلة الذي بناه معاوية. അല്ലാഹു തആലയുടെ വചനം, നിങ്ങളുടെ ബന്ധുക്കൾ യതീമായിരിക്കുകയോ അല്ലെങ്കിൽ മസാക്കീൻ ആയിരിക്കുകയോ അതിൽ വളരെ പാവപ്പെട്ടവർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വത്ത് വീതം വയ്ക്കുന്ന സമയത്ത് അങ്ങനെയുള്ളവർ ഉണ്ടായാൽ അവർക്ക് നിങ്ങളുടെ സ്വത്തിൽ നിന്ന് കൊടുക്കേണ്ടതാകുന്നു. 4-ാമത്തെ സൂറത്ത് 8-ാമത്തെ ആയത്ത്. ബാബു ഖൗലില്ലാഹി അസ്സ വജല്ല വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ ഫർസുഖൂഹും മിൻ. അൻ-നിസാ 8. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, കുറച്ച് ആളുകൾ പറയുന്നു ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന അവകാശം അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് അത് പിന്നീട് ക്യാൻസലായിപ്പോയി. അള്ളാഹു ആണ് അത് ക്യാൻസലായിട്ടില്ല, അതങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ ആളുകൾ അതിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. അതായത് ആ നിയമം അല്ലെങ്കിൽ ആ ആയത്ത് ജീവിതത്തിൽ പാലിക്കാൻ ആളുകൾ തയ്യാറല്ല. 2 തരത്തിലുള്ള രക്ഷാധികാരികളുണ്ട്. പാരമ്പര്യ സ്വത്ത് കിട്ടുന്നതിൻ്റെ അവകാശികളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്ന ആ സ്വത്ത് കിട്ടുന്ന ആൾ, ഇപ്പം മക്കൾ, ഭാര്യ, അങ്ങനെയുള്ളവരൊക്കെ അല്ലെങ്കിൽ മാതാപിതാക്കൾ, അവർക്കാണ് സ്വത്ത് കിട്ടുന്നത്. അവർ യതീമായിട്ടുള്ളവർക്കും അത്യാവശ്യം ഉള്ളവർക്കും ഒക്കെ കൊടുക്കണം.
ആ സമയത്ത്. അതായത് വീതം വെച്ച് ഇങ്ങോട്ട് കിട്ടുമ്പോൾ കൈനീട്ടി മേടിക്കുന്ന ആൾ അവിടെ ആ സമയത്തുള്ള ബന്ധുക്കളിലുള്ള യതീമുകൾക്കും ബന്ധുക്കളിലുള്ള മിസ്കീനുകൾക്കും വീതം കൊടുക്കണം. രണ്ടാമത്തവർ എന്ന് പറയുന്നത് അവർ അതിനെ ആ സ്വത്തിൻ്റെ അവകാശികളാവുന്നില്ല, പക്ഷേ അവർ രക്ഷാധികാരികളാവുന്നു, അല്ലെങ്കിൽ കാവൽക്കാരാവുന്നു ആ സ്വത്തിൻ്റെ. അല്ലെങ്കിൽ ചില യതീമക്കളുടെ, അപ്പോൾ പ്രായമാവാത്ത കുട്ടികളാണെങ്കിൽ അവരുടെ സ്വത്തിൻ്റെ രക്ഷാധികാരികളായി ആരെങ്കിലൊക്കെ ഉണ്ടാവും, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർ അവിടെ അന്നേരം വന്നിരിക്കുന്ന ബന്ധുക്കളും യതീമുകളുമായ ആ സ്വത്തിൻ്റെ അവകാശികൾ, ഇപ്പോൾ ഈ കൊച്ചു കുട്ടിയായ യതീമിൻ്റെ സ്വത്താണ് വീതം വെച്ച് കൊടുക്കുന്നത് എങ്കിൽ ആ സ്വത്ത് നോക്കി നടത്തുന്ന ആൾ എന്ന നിലയിൽ അയാൾ അവിടെ വന്നിരിക്കുന്ന മറ്റ് യതീമക്കളോടും മിസ്കീനുകളോടും അല്ലെങ്കിൽ പാവങ്ങളോടും അവിടെ ആ സമയത്ത് വന്നിരിക്കുന്നവരോട് മനോഹരമായി സംസാരിക്കുക, അല്ലെങ്കിൽ നല്ല നിലയിൽ സംസാരിക്കുക, സ്നേഹത്തോടെ ദയയോടെ. എന്നിട്ട് അവരോട് പറയുക, എനിക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, കാരണം ഈ സ്വത്ത് ഇന്ന യതീം മക്കളുടെ ആകുന്നു, ഞാൻ വെറും രക്ഷാധികാരി മാത്രമാകുന്നു. അപ്പോൾ ഈ ആയത്ത് ഇപ്പോഴും നിയമത്തിൽ ഉണ്ട്. നമ്മളാരും കൊടുക്കാറില്ല, കൊടുക്കാൻ ഭയങ്കര മടിയാണ്, സ്വത്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഇന്ന നാസൻ യസുമൂന ഇന്ന ഹാദിഹിൽ ആയത നുസിഖത് വലാ വല്ലാഹി മാ നുസിഖത് വലാകിന്നഹ മിമ്മ തഹവനന്നാസു ഹുമാ വാലിയാൻ വാലിൻ യരീസു ഫദാക്കല്ലദി യർസുഖു വവാലിൻ ലാ യരീസു ഫദാക്കല്ലദി യഖൂലു ബിൽ മഅറൂഫി യഖൂലു ലാ അംലികു ലക ഇൻ ഓതിയക. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.